നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ, നാം അടുത്തതായി ചർച്ച ചെയ്യുന്നത് നിങ്ങളുടെ ഒരാഴ്ചക്കാലത്തെ വാരഫലമാകുന്നു. ഈ വാരഫലത്തിൽ നാം ചിന്തിക്കുന്ന ദിനങ്ങൾ 2025 മെയ് 24 മുതൽ മെയ് 31 വരെയുള്ള 7 ദിവസങ്ങളാകുന്നു. ഒരു ശനിയാഴ്ച മുതൽ മറ്റൊരു ശനിയാഴ്ച വരെയുള്ള ദിനങ്ങൾ, അതായത് 1200 ഇടവമാസം 10-ാം തീയതി ശനിയാഴ്ച മുതൽ 17-ാം തീയതി വരെയുള്ള ദിനങ്ങളിലെ ശുഭാശുഭ ഫലങ്ങളാണ്. ഈ വാരത്തിൽ കാര്യമായി നമുക്ക് ചർച്ച ചെയ്യുമ്പോൾ ഗ്രഹങ്ങളുടെ ചാരവശാലുള്ള മാറ്റം പ്രധാനമായും വന്നത് വ്യാഴം മിഥുനം രാശിയിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു. രാഹു അപ്രകാരം തന്നെ എവിടത്തേക്ക് വന്നു? 11-ാം ഭാവത്തിലേക്ക് വന്നു. ഇത് പ്രധാനപ്പെട്ട മാറ്റങ്ങളാകുന്നു. രാഹു 11-ാം ഭാവത്തിൽ വരുമ്പോൾ രാഹുവിൻ്റെ പുച്ഛമായ വാലായ കേതു ചിങ്ങത്തിലേക്കും പ്രവേശിച്ച് കഴിഞ്ഞു. ഇനി കാര്യമായി മാറുവാനുള്ള ഗ്രഹങ്ങൾ, ശുക്രൻ മേടൻ രാശിയിലേക്ക് വരും ഇടമാസം 17-ാം തീയതി 31-ാം തീയതിയിൽ. അതിനു പുറമെ ജൂൺ ആദ്യവാരം ചൊവ്വ തൻ്റെ നീചസ്ഥിതി കഴിഞ്ഞ് ചിങ്ങൻ രാശിയിലേക്ക് പ്രവേശിക്കും. ഇപ്പോൾ ബുധനും ശക്തമായി ഇടവൻ രാശിയിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു. നമുക്ക് ഈ ഗ്രഹങ്ങളുടെയൊക്കെ ചാരവശാലുള്ള സഞ്ചാരം എപ്രകാരം ബാധിക്കും മേടം മുതൽ മീനൻ രാശിക്കാരെ എന്ന വിഷയമാണ് ഈ വാരഫലത്തിലൂടെ നാം ചർച്ച ചെയ്യുന്നത്. പ്രിയമുള്ള പ്രേക്ഷകരെ, അടുത്തതായി നാം ചർച്ച ചെയ്യുന്ന വാരഫലത്തിൽ ഇടവൻ രാശിക്കാരുടെ ശുഭാശുഭ ഫലങ്ങൾ. ഇന്ന് ഇടവൻ രാശിയിൽ സൂര്യനും ബുധനുമുണ്ട്, 2-ൽ വ്യാഴമുണ്ട്, 3-ാം ഭാവത്തിൽ ചൊവ്വ, 4-ാം ഭാവത്തിൽ കേതു, 10-ാം ഭാവത്തിൽ രാഹു, 11-ാം ഭാവത്തിൽ ചന്ദ്രൻ, ശനി, ശുക്രൻ. ഇവിടെ ശ്രദ്ധിക്കണം, ഇടവൻ രാശിക്കാർക്ക് ഇത്രയും ദിവസം സൂര്യൻ മാത്രമായിരുന്നു. ഇന്നിതാ ബുധനും കൂടെ ഇടവൻ രാശിയിൽ വന്നിരിക്കുന്നു. അത് നല്ലൊരു യോഗമാണ്, നിപുണ യോഗമാണ്. ബുധന് ചെറിയ ഒരു മൗഢ്യമുണ്ട്, പക്ഷേ ഏകരാശിയിലെ മൗഢ്യം വലിയ ബുദ്ധിമുട്ടില്ല. അതിനാൽ ഈ സൂര്യബുധ യോഗം, നിപുണ യോഗം, ഈ ഒരു വാരം ഇടവൻ രാശിക്കാർക്ക് പല കാര്യങ്ങളിലും മുന്നിട്ടിറങ്ങുവാനുള്ള മാനസികമായ, ശാരീരികമായ, ബൗദ്ധിക തലത്തിലുള്ള ഒരു ഊർജ്ജത്തെ പ്രദാനം ചെയ്യും. മക്കളുടെ വിദ്യാഭ്യാസം, അല്ലെങ്കിൽ ഇടവൻ രാശിക്കാരായ വിദ്യാർത്ഥികൾക്ക് അവരുടെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെടുന്ന പ്രവർത്തനങ്ങളിൽ വ്യാപൃതരാകാം. പുതിയ സ്ഥലങ്ങളിൽ ഹയർ സ്റ്റഡീസ്, ഉപരിപഠനത്തിനുള്ള അപേക്ഷകൾക്ക് വളരെ അനുകൂലമാണ്. പുതിയ വ്യക്തികൾക്ക് തങ്ങളുടെ പുതിയ ജോലിയിൽ ഒരു അധികാരം, പവർ തനിക്ക് ലഭിക്കും. 2-ൽ വ്യാഴമാണ്. കവിത്വേ മതിർ ദണ്ഡ നേതൃത്വ ശക്തി, നേതൃത്വ ശക്തി ലഭിക്കും. ശിക്ഷ നടപ്പിലാക്കാനുള്ള അധികാരം ലഭിക്കും. പലപ്പോഴും ഇടവൻ രാശിക്കാരായ വക്കീലന്മാർക്കും ജഡ്ജി, ന്യായാധിപന്മാർക്കും ഒക്കെ തന്നെ ഈ ബുധൻ വളരെയധികം ഗുണങ്ങളെ ചെയ്യും. പല പുതിയ ഡോക്ടർമാർക്കും പ്രമോഷൻ ലഭിക്കുവാനും, അല്ലെങ്കിൽ ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് ഒരു സഞ്ചാരം, യാത്ര, ഇതിനൊക്കെ തന്നെ ഇടവൻ രാശി വളരെ അഭിലഷണീയമായി മാറുന്ന ഒരു കാഴ്ച ഈ വാരക്കാലം നമുക്ക് ദർശിക്കുവാൻ കഴിയുന്നതാണ്. അതാണ് ബുധൻ. ബുധോ മൂർത്തികോ മാർജയേത് അന്യഷ്ടം വരിഷ്ഠാദിയോ വൈഖരി വൃത്തിഭാജ ജനാദിവ്യ ചാമീകരീ ഭൂതദേഹാ ചികിത്സാവിധ ദുശ്ചികിത്സാ ഭവന്തി. അന്യരുടെ പ്രശ്നങ്ങൾ തീർക്കുന്ന വ്യഗ്രതയിൽ തൻ്റെ കാര്യം മറന്നു പോകരുത്. അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. എല്ലാ അരിഷ്ടതകളെയും ലഗ്നത്തിലുള്ള ബുധൻ മാറ്റും. അത് സൂര്യനോടുകൂടി നിപുണയോഗം ചെയ്തു നിൽക്കുന്നു. നിർബന്ധമായും ഭൂമിപരമായ രേഖകൾ തയ്യാറാക്കാം. തഹസിൽദാരുടെ ഓഫീസിൽ, രജിസ്ട്രേഷൻ ഓഫീസിൽ രജിസ്റ്റർ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യണം. രജിസ്ട്രേഷൻ വകുപ്പുമായി ബന്ധപ്പെടുന്ന സ്ഥലങ്ങളിൽ ഇടപെട്ട് തൻ്റെ കാര്യങ്ങൾക്കൊക്കെ തീരുമാനമുണ്ടാക്കാം. മുടങ്ങിയ ഭൂമിപരമായ, രേഖാപരമായ വിഷയങ്ങൾക്കെല്ലാം തന്നെ നല്ല തീരുമാനങ്ങൾ ഇടവൻ രാശിക്കാർക്ക് സംജാതമാകുന്ന ഒരു മനോഹരമായ വാരമാകുന്നു ഇത്. അതിനെ സപ്പോർട്ട് ചെയ്യുന്നു കർമ്മസ്ഥാനത്തേക്കുള്ള വ്യാഴത്തിൻ്റെ ദൃഷ്ടി. അതിനുമപ്പുറം കർമാധിപനായ ശനി 11-ാം ഭാവത്തിൽ ശുക്രനോടുകൂടെ നിൽക്കുന്നു. വിവാഹ തീരുമാനങ്ങൾ, അല്ലെങ്കിൽ വിവാഹ യാത്രകൾ, സന്താന വിഷയത്തിന് വളരെ അനുകൂലമായ സമയമാണ്. ചികിത്സയ്ക്ക് വേണ്ടി ആതുരാലയങ്ങളിൽ പോവുക, പുതിയ ഡോക്ടറെ കാണുക, ഗർഭധാരണത്തിനും അതുമായി ബന്ധപ്പെടുന്ന എല്ലാ വിഷയങ്ങൾക്കും വളരെ അനുകൂലമാണ്. സന്താന ശ്രേയസ് അനുഭവിക്കും. പുതിയ വിവാഹ തീരുമാനങ്ങൾ ഉണ്ടാകാം. എല്ലാ ഗ്രഹങ്ങളും നല്ല സ്ഥാനത്ത് നിൽക്കുന്നു. അടുക്കളയിൽ പാചകം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. പെട്ടെന്ന് തീ കൊണ്ടുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ നോക്കണം. വാഹനാപകടം ഈ വാരം വളരെ ജാഗ്രത പാലിക്കണം.
കാരണം അധോമുഖ രാശിയാണ്. അഭിവദേത് വാഹാദിത പൃച്ഛത, വാഹനത്തിൽ നിന്നും വീഴാം. അതിന് കരുത്തേൽക്കുന്നു 4-ാം ഭാവത്തിൽ കേതു വരുമ്പോൾ. 4-ാം ഭാവത്തിൽ കേതു വരുമ്പോൾ പാപഗ്രഹമാണ്. വാഹന സംബന്ധമായ അപകടങ്ങൾ ഉണ്ടാകാം, അമ്മയ്ക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാം. ഇതൊക്കെ ശ്രദ്ധിക്കുക. മഴക്കാലമാണ്, നീന്താൻ കുട്ടികളെ ഒറ്റയ്ക്ക് വിടരുത്. കുട്ടികൾ വെള്ളത്തിൽ വീഴുന്ന ഒരവസ്ഥ വരും, അതും ശ്രദ്ധിക്കുക. ദോഷപരിഹാരമായി നമുക്ക് ചെയ്യുവാൻ യാത്ര പോകുന്ന വ്യക്തികൾക്കുണ്ടാവുന്ന തടസ്സങ്ങളെ ശ്രദ്ധിക്കണം. ചൊവ്വാഴ്ച ഒരു യാത്രാമുട്ട് നാളികേരം കൊണ്ട് ചെയ്യുക. അപ്രകാരം തന്നെ രാഹുകേതു അർച്ചന ചെയ്യുന്നതും ഈ രാഹുകേതു സംബന്ധമായ ദുരിതത്തിൽ നിന്നും മോചനത്തിനായി നല്ലൊരു പരിഹാരമാകുന്നു. എല്ലാ പ്രിയപ്പെട്ട ഇടവൻ രാശിക്കാർക്കും ശോഭനമായ ഒരു വാരക്കാലത്തെ ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.